റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം ഭയങ്കര രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ വളരെയധികം നിരാശനാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കാസ്റ്റും ഗ്രേറ്റ് ജോബ്, നല്ല പടമാണ്, എല്ലാവരും പോയി കാണും. നന്നായിട്ട് കൈയടിച്ചു. ആക്ച്വലി കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു സിനിമ. 5-ാം തീയതി വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാവരും ഇത് കാണണം. ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട്, അതാരാ? ആട്ടം കണ്ടു, മനോഹരമായിട്ടുള്ള മൂവി, ഭയങ്കര രസമായിട്ടാണ്, ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം ഭയങ്കര രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അതിൽ അഭിനയിച്ച എല്ലാവരും, ഒരാളെ പോലും വിട്ടു പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാവരുടെ പേരും അറിയില്ല. ഷാജോൺ ചേട്ടൻ, വിനയ്, പിന്നെ അതിൽ അഭിനയിച്ച നായിക, മറ്റ് എല്ലാ ക്യാരക്ടേഴ്സും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം പറയേണ്ടത്. ഡെഫിനറ്റ്ലി ഡയറക്ടേഴ്സാണ്, ഒരു ഹോൾ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊന്നും ഈ സിനിമ വലിയൊരു വിജയമായിരിക്കും. അപ്പം 5-ാം തീയതി റിലീസാണ്. അപ്പം നിങ്ങൾ എല്ലാവരും പടം പോയി കാണും. താങ്ക് യു. ഞാൻ വളരെയധികം നിരാശനാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വളരെ സങ്കടം. നല്ല സിനിമയാണ്, എല്ലാവരും കയറി ഈ സിനിമ കാണണം, ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരും ഗംഭീരം. പിന്നെ അങ്ങനെ ഒരാളെടുത്ത് പറയേണ്ട എല്ലാ പുതിയ ആളുകളും മുഴുവൻ നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നിലും മുന്നിലും എന്നവരെല്ലാവരും കൂടി ചേർന്ന് അതിമനോഹരമായ ഒരു സിനിമ സൃഷ്ടിച്ചു. വളരെ ഹൃദ്യമായിരുന്നു. വളരെ കോൺസെപ്റ്റാണ്, എല്ലാവരും മസ്റ്റ് വാച്ച് എന്ന് പറയണം. കാരണം ഇറ്റ്സ് വെരി എല്ലാവരും ആണ് പെൺ ഭേദമന്യേ കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ വളരെ ഇപ്പൊ എല്ലാവരുടെയും ഒരു കണ്ടിറങ്ങി എല്ലാവരുടെയും മനസ്സിൽ ഇത് ഭയങ്കരമായിട്ട് വോണ്ട് ചെയ്യണ്ടാവും ഈ ഒരു സബ്ജക്ട്. വെരി ഗുഡ് സബ്ജക്ട്. ഓരോരുത്തരും കാസ്റ്റും ഗ്രേറ്റ് ജോബ്, നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറും, ഈവൻ ഫീമെയിൽ ലീഡ്, അത് എനിക്ക് ഫീമെയിൽ ലീഡ് എല്ലാം തിയേറ്റർ ബേസ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സാണ്. പക്ഷേ ഭയങ്കര സട്ടിലായിട്ട് പെർഫോം ചെയ്യുന്ന സിനിമയിൽ IFFIയിൽ കാണാൻ മിസ് ചെയ്ത സിനിമയായിരുന്നു. ഭയങ്കര അഭിപ്രായം കേട്ട സിനിമയായിരുന്നു. ഇവിടെ കാണാൻ പറ്റിയ സന്തോഷം. ഉറപ്പായിട്ട് തിയേറ്ററിൽ ഉറപ്പായിട്ട് സക്സസ് ആകുന്ന സിനിമയാണ്. ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ട് തോന്നിയില്ല. തിയേറ്ററിലും എല്ലാ സാധാരണ ഓഡിയൻസും എല്ലാം ഇഷ്ടപ്പെടുന്ന ആട്ടം എന്ന് പറയുന്ന സിനിമ എൻ്റെ വളരെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയുടെ കൂട്ടത്തിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ IFFIയിൽ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അന്ന് അത്രയും ഭയങ്കര റിവ്യൂവും അത്രയും ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തൊരു സിനിമ. ഇവിടെ വന്ന് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്തരം സിനിമകൾ മലയാളം സിനിമയിൽ സംഭവിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. താങ്ക് യു. എല്ലാവരും പെർഫോമൻസ് എടുത്ത് പറയുന്നതാണ്. വിനയിച്ചേക്കാണെങ്കിൽ ചെറിയ ആക്ടേഴ്സിന് അടിപൊളിയായിരുന്നു. നമുക്കൊത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആണ്. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുന്നത്. 15th റിലീസാണ്, എല്ലാവരും പോയി കാണുന്നത്. ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് ആണ്. ഗംഭീരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്, എല്ലാവരും പോയി കാണുന്നത്. പടം അത്യുഗ്രനായിരുന്നു. പടം അത്യുഗ്രനായിരുന്നു. എനിക്ക് തോന്നുന്നു 2024 വളരെ നല്ലൊരു നോട്ടിലാണ് തുടങ്ങിയത്. നമ്മൾ സത്യം പറഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മളെല്ലാവരും പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. വളരെ എന്താ പറയുക, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് ഐ കാണ്ട് വെയിറ്റ്. 5-ാം തീയതി വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാവരും ഇത് കാണണം. കാര്യം പലപ്പോഴുമായിട്ട് പലതും നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന പല സത്യങ്ങളും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വളരെ അനായാസമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതൊരു എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത്രയും എഫേർട്ട് എടുത്താൽ ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ 2024 തുടക്കം തന്നെ ഒരു ഫേവറേറ്റ് ഫിലിം കണ്ടു എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ്. ആട്ടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ വിജയിപ്പിച്ചേ പറ്റും. മലയാളം സിനിമ ഏറ്റവും കൂടുതൽ എല്ലാവരും അറിയുന്നത് നല്ല സിനിമകളുടെ ഒരു ലോകമായിട്ടാണ്. അപ്പം എന്തായാലും ആട്ടം കണ്ട് വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്തായാലും കാണാം. എന്തായാലും എല്ലാവരും ഭയങ്കര എൻ്റർടൈൻഡ് ആവുന്ന സിനിമ. ഞാൻ ഒരു ഭയങ്കര സ്ലോ പേസ്ഡ് ചെറിയ അവാർഡുകളായിരിക്കും കേട്ടിട്ടാവുന്നത്. പക്ഷെ ഭയങ്കര കമേഴ്ഷ്യൽ സിനിമയാണ്. ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്ത് എൻഗേജ് ചെയ്യിപ്പിച്ചു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു.
വിനയ് ചേട്ടൻ, അതുപോലെ നന്ദൻ ഹീറോയിനായിട്ട് അഭിനയിച്ചു. പിന്നെ അല്ലാതെ പേരറിയാത്ത ഒരുപാട് നല്ല പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഉഗ്രനായിരുന്നു. പിന്നെ ആനന്ദ് ഏകർഷി ഡയറക്ടർ വളരെ ചെറിയൊരു പ്ലോട്ട് വെച്ചിട്ട് നമ്മളെ 2-2.5 മണിക്കൂർ സമയം പോയത് അറിഞ്ഞില്ല. ഭയങ്കര എൻ്റർടൈൻഡ് ആയിട്ടിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ കൈയടിക്കാൻ തോന്നി. നന്നായിട്ട് കൈയടിച്ചു. ആക്ച്വലി കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു സിനിമ കണ്ടത്. എന്തായാലും 2024 ആദ്യത്തെ ഹിറ്റായിരിക്കും. 2024 മലയാള സിനിമയ്ക്ക് മികച്ച ഒരു തുടക്കം കാലിക്കറ്റൊക്കെ ഭയങ്കര റിലീസായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. ഇന്നുകൊണ്ടാണ് കാണുന്നത്. ഞാൻ ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള ഗംഭീര ഒരു റൈറ്റർ കം ഡയറക്ടർ, അതുപോലെ ഒരു ഹീറോയിൻ, പിന്നെ ഒരു 9 പുതിയ ആക്ടേഴ്സ്, ഒപ്പം നമ്മൾ ഇതിനു മുമ്പ് കാണാത്തൊരു വിനയ് ഫോർട്ട്. അവരോടൊപ്പം എനിക്കൊരു ഭാഗം കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നല്ലൊരു സിനിമയായിരിക്കും. ഈ 2024 തുടക്കത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഡേ. എന്താ പറയാ, എല്ലാവരും നല്ല പെർഫോമൻസും എല്ലാമായിരുന്നു. ലൈക്ക് എന്താ ആരും അങ്ങനെ അഭിനയമായിട്ടുള്ള ലൈക്ക് അവര് അങ്ങനെ ജീവിക്കുമായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി കാര്യങ്ങളാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് ആ ഒരു തിയേറ്ററിന്റെ ഇതിൽ അതെങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് ശരിക്കും എല്ലാവരും എൻഗേജിങ് ആക്കി നിർത്താൻ. ഇപ്പോഴും നമുക്ക് ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട്, അത് ആരാ പ്രേക്ഷകരെ കണ്ടിട്ട് എന്താ പറയാ, എല്ലാ ആൾക്കാർക്കും പല സ്റ്റാൻഡുകളുണ്ടല്ലോ. പൊയ്മുഖങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കളം നമ്മൾ സൗകര്യത്തിനൊത്ത് നമ്മളെ മനുഷ്യന്മാർ മാറ്റി ചവിട്ടും. അപ്പം അത് എവിടെ മാറ്റി ചവിട്ടണം, ആർക്കൊക്കെ മാറ്റി ചവിട്ടാൻ പറ്റും, ആ മാറ്റി ചവിട്ടുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയാ, ചിലപ്പോൾ അതിനകത്തോട് കടന്നു പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ചേട്ടാ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഇത് അതിനകത്ത് ഒരു മെയിൻ ആക്ടറാണ്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരാണ് ആണല്ലേ? അത് കാണാനുണ്ട്. ഓ റീലി? ഇരിക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലൊക്കെ ഒരുപാട് അധികമുണ്ട് പറയാൻ, പക്ഷേ ഇതിന് സമയം എടുക്കാതെ ചുരുക്കി പറഞ്ഞാൽ അതാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് വർക്കായി പടം. ഭയങ്കര പവർഫുൾ സിനിമയാണ്. ഇപ്പം മെയിൻ പെർഫോമേഴ്സ് എല്ലാവരും ഒരുപാട് സിനിമകൾ എനിക്ക് ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിലൊക്കെ നോക്കുമ്പോൾ ഈ ഒരു സിനിമ ഉറപ്പായിട്ടും എല്ലാവരും പോയി കാണും. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി പവർഫുൾ. അത്